എൻ്റെ പ്രിയമുള്ള മലയാളികളെ, പ്രകൃതി കൊണ്ട് ഏറ്റവും അനുഗ്രഹിതമെന്ന് നമ്മൾ അഹങ്കരിച്ചിരുന്ന നമ്മുടെ നാടിനെ പ്രകൃതി തന്നെ വേട്ടയാടിയ ദിവസങ്ങളാണല്ലോ കടന്നുപോയത്. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയ ഗർഭിണികളുടെ കരച്ചിലും, ഭക്ഷണത്തിനും വെള്ളവും കിട്ടാതെ വാവിട്ട് കരയുന്ന കുട്ടികളുടെ കരച്ചിൽ ശബ്ദവും, മക്കൾ വിദേശത്ത് ജോലിക്ക് പോയപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കാരണവന്മാർ മരണത്തിനെ മുഖാമുഖം കണ്ടിരിക്കുന്ന കാഴ്ചയും, ആസ്പത്രികളിൽ വെള്ളം കയറിയപ്പോൾ ICUയിൽ കിടന്നവരെ വേറെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ ഓടിപ്പോയ ആംബുലൻസുകളുടെ സൈറൻ ശബ്ദവും ഇപ്പോഴും നമ്മുടെ കണ്ണുകളിലും കാതുകളിലും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം. നിങ്ങൾക്കും എനിക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ദുരന്തത്തിന്റെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന്, ഈ ദുരന്തത്തിനെ ഓർത്ത് നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാം, നമുക്ക് ഈ ദുരന്തത്തിനെ ഓർത്ത് ജീവിതത്തിൽ പഴിച്ചുകൊണ്ടിരിക്കാം. ജീവിതം തന്നെ ദുരന്തമായി മാറുന്ന ഒരു അവസ്ഥയാണ് ആദ്യത്തേത്. രണ്ടാമത്തത് അങ്ങനെയല്ല, ഒരു പുനർനിർമ്മിതിയെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പൊ നഷ്ടപ്പെട്ടതുകളെ ഓർത്ത് കരയുന്നതിന് പകരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലോകം ഉണ്ടാക്കാൻ കഴിയുക, ഒരു സമൂഹം, ഒരു ഭൂമി ഉണ്ടാക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഈ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും അനുയോജ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1945 ഓഗസ്റ്റ് മാസം ഹിരോഷിമയിലും നാഗസാകിയിലും ബോംബിട്ട് തകർത്ത ജപ്പാൻ തിരിച്ചു വന്ന പോലെ ലോകത്തിന്റെ ഏറ്റവും രണ്ടാമത്തെ സാമ്പത്തിക ശക്തി എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ജപ്പാനിന് കഴിഞ്ഞ പോലെ 1975 ഓഗസ്റ്റ് മാസം റിവർ റൂ എന്ന് പറയുന്ന നദിയുടെ ഇടയ്ക്ക് കിട്ടിയ ബാങ്ക്യുവ ഡാം തകർന്നപ്പോൾ 2 ലക്ഷം പേരെ മരണത്തിന് കൊടുത്തതാണ് ചൈന. ആ ചൈന തിരിച്ചു വന്നു. ഇങ്ങനെ ഇതിനേക്കാൾ, ഇവിടെ നടന്നതിനേക്കാൾ മഹാദുരന്തങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ടെന്നും ആ ദുരന്തങ്ങൾക്ക് ശേഷം ആ ജനത തിരിച്ചു വന്ന ചരിത്രം നമുക്ക് കാണാം. ചരിത്രത്തിലുടനീളം ഇത്തരം തിരിച്ചുവരവുകൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. ഇത്തരം തിരിച്ചുവരവ് മലയാളിക്ക് അനിവാര്യമാണ്, അത് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ജനത എന്ന് നമുക്ക് അഹങ്കരിക്കാം. അത്രയും ബുദ്ധിയുള്ള മലയാളി, അവന്റെ കഠിനാധ്വാനം, ശക്തമായ കഠിനാധ്വാനിയാണ് മലയാളി എന്ന കാര്യത്തിൽ തർക്കമില്ല. അവനെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം, ഉന്നയിക്കപ്പെടുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് മലയാളി കേരളത്തിന് പുറത്ത് ഏറ്റവും മികച്ച കഠിനാധ്വാനിയും കേരളത്തിന്റെ അകത്ത് ലോകത്തെ ഏറ്റവും വലിയ മടിയനുമാണ് എന്നാണ്. കേരളത്തിന്റെ അകത്ത് മലയാളിക്ക് ഏറ്റവും നല്ല കഠിനാധ്വാനം ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ദുരന്തം ഒരു അവസരമായി മാറും എന്ന് തന്നെയാണ്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള മലയാളി, ലോകത്തെ ഏറ്റവും കഠിനാധ്വാനമുള്ള മലയാളി, നമുക്കറിയാം അറബ് രാഷ്ട്രീയങ്ങളുടെ നിർമ്മിതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവനാണ് മലയാളി എന്ന്. അറബ് രാഷ്ട്രീയങ്ങളിലെ ഓരോ മണൽത്തരികളും അവിടെ ഉയർത്തപ്പെട്ട എല്ലാ ബഹുനില കെട്ടിടങ്ങളും മലയാളിയുടെ വേർപ്പിന്റെ മണം പറയുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കും എനിക്കും സംശയമില്ല. ലോകത്ത് മുഴുവനും ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത മലയാളി, അവന്റെ വിയർപ്പ് സ്വന്തം നാടിന്റെ പുനർനിർമ്മിതിക്കും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 കാര്യങ്ങൾ ലോകത്ത് ഒക്കുമ്പോൾ ലോകത്ത് അത്ഭുതങ്ങൾ നടക്കുമെന്ന് ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. 1, ബുദ്ധിശക്തിയും, 2, കഠിനാധ്വാനവും, 3, കൂട്ടായ്മയും. ഈ മൂന്നാമത്തെ കാര്യം മലയാളിക്കില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ കൂട്ടായ്മ ഉണ്ട് എന്ന് ഈ ദുരന്തം നമ്മളെ ബോധ്യപ്പെടുത്തി. കൈയും മെയ്യും മറന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാ. അപ്പൊ ഈ 3 കാര്യങ്ങളും, മലയാളിയുടെ ബുദ്ധിയും അവന്റെ കഠിനാധ്വാനവും അവന്റെ കൂട്ടായ്മ ഒന്നിച്ചു ചേരുമ്പോൾ പുനർനിധി എന്നത് വളരെ വളരെ എളുപ്പത്തിൽ നടക്കുമെന്നാണ്. ഈ പുനർനിർമ്മിതിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളോട് ഒരു അലേർട്ട്നെസ് വേണം എന്നത് മാത്രമാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഇനിയുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ചെയ്ത കാര്യങ്ങളിലെ പിഴവുകൾ മാത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം കൺസ്ട്രക്റ്റീവായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമാറാകട്ടെ എന്നതാണ് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന. 2, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഭരണപക്ഷം പ്രതിപക്ഷത്തെയും പ്രതിപക്ഷം ഭരണപക്ഷത്തെയും ചെളിവാരി തേക്കുന്നതിന് പകരം രണ്ടുപേരും ഒന്നിച്ചു നിന്നുകൊണ്ട് എങ്ങനെയാണ് പുതിയ തന്ത്രങ്ങൾ മെനയുക, എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നതിനെ കുറിച്ചുള്ള ചിന്ത ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കണം. എന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുത്തെ കേരള ജനത ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആത്മീയവാദികൾ, ആത്മീയ നേതാക്കന്മാർ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാതിരിക്കട്ടെ എന്ന അഭ്യർത്ഥനയും കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ വെള്ളം വരാൻ കാരണം അയ്യപ്പന്റെ ശബരിമലയ്ക്ക് സ്ത്രീകളെ കയറ്റാൻ അനുവാദം കൊടുത്തത് കൊണ്ടാണ് എന്ന് പൊട്ടത്തരമായ വ്യാഖ്യാനങ്ങളും, സ്ത്രീ പീഡനത്തിൽ ഉൾപ്പെട്ടു പോയ ബിഷപ്പിനെതിരെ കേസ് കൊടുത്തത് കൊണ്ടായിരിക്കാം എന്ന് പറയുന്ന പുതിയ വ്യാഖ്യാനങ്ങൾ, ഇത്തരം വ്യാഖ്യാനങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഇത്തരം വ്യാഖ്യാനങ്ങൾ ഇവിടുത്തെ കപട ആത്മീയവാദികൾ ഉന്നയിക്കാതിരിക്കട്ടെ. പകരം കൺസ്ട്രക്റ്റീവായ ചിന്തകളിലൂടെ പുതിയ നഷ്ടപ്പെട്ടു പോയ വീടും സമ്പത്തും തിരിച്ചെടുക്കണം, നഷ്ടപ്പെട്ടു പോയ ഇൻഫ്രാസ്ട്രക്ചർ തിരിച്ചെടുക്കണം, നമുക്കിനി വരാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെയെല്ലാം എന്തെല്ലാം ഭൗതികമായി നഷ്ടപ്പെട്ടു പോകും അതെല്ലാം വീണ്ടെടുക്കുന്ന കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ മാനസിക ഐക്യം കൂടി വീണ്ടെടുത്ത്, മാനസിക ശക്തി കൂടി വീണ്ടെടുത്ത് മലയാളി
വലിയ ഉന്നതിയിൽ നേടുവാൻ, നേരത്തെയേക്കാൾ മെച്ചപ്പെട്ട ഒരു സമൂഹവും കെട്ടിപ്പടുക്കും. ഈ ദുരന്തത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയും അത്തരം ഉയർച്ച നേടുവാൻ മലയാളിക്ക് കഴിയും. കാരണം മലയാളിയുടെ ശക്തി അപാരമാണ്. അത് ലോകത്ത് ഒരുപാട് തെളിയിക്കപ്പെട്ടതാണ്. അത്തരം ശക്തി മലയാളി പുറത്തെടുത്ത് ഒരു പുനർനിർമ്മിതി ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത്തരം പുനർനിർമ്മിതിയിൽ നിങ്ങൾക്കും എനിക്കും ഒരു പങ്കുണ്ടെന്നും ആ പങ്ക് നിങ്ങളും ഞാനും നിർവഹിക്കുമാറാകട്ടെ. അതിന് നമുക്ക് എല്ലാ ശക്തിയും ഉണ്ട്. അത് ചെയ്യും, നമ്മൾ ചെയ്യാൻ കഴിയും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.